അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തെത്തിയിരിക്കുകയാണ് ഗുജറാത്ത് വംശജനായ കാഷ് പട്ടേൽ. ഇന്ത്യക്കാരൻ എന്നതിലുപരി FBI മുകളിലിരിക്കുന്നത് ട്രംപിൻ്റെ വിശ്വസ്തനാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി രാജ്യത്തിൻ്റെ സ്വന്തം അന്വേഷണ ഏജൻസിയെ സർക്കാരിൻ്റെ തത്തയാക്കി മാറ്റുകയാണെന്നർത്ഥം. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിനും 2021 ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമിച്ച ട്രംപ് അനുകൂല കലാപകാരികളെ പ്രതിരോധിച്ചതിനും ട്രംപിനെ എതിർക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഡീപ് സ്റ്റേറ്റ് അംഗങ്ങളെ പിഴുതെറിയുമെന്ന പരാമർശത്തിനും വിവാദത്തിലായ ആളാണ് കാഷ് പട്ടേൽ. ട്രംപ് അധികാരത്തിലേറിയത് തന്നെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. തൻ്റെ പേരിലുണ്ടായിരുന്ന കേസുകളെല്ലാം ഒഴിവാക്കിയത് തന്നെയാണ് ഇതിനുദാഹരണം. ജന്മാവകാശ പൗരത്വം തള്ളാനും ട്രംപ് ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം തൻ്റെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ട്രംപിൻ്റെ ശ്രമത്തിൻ്റെ അവസാന ഉദാഹരണം മാത്രമാണ് കാഷ് പട്ടേലിൻ്റെ നിയമനം. 2020 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും രഹസ്യരേഖകൾ തെറ്റായി കൈകാര്യം ചെയ്തതിനും ട്രംപിനെതിരെ FBI ഏജൻറ്റുമാർ കേസെടുത്തിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ തന്നെ നിരവധി ഏജൻറ്റുമാരെ പുറത്താക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട് ട്രംപ്. ഇനി അത്തരമൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും വ്യക്തമാണ്. ഡെമോക്രാറ്റുകളുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കാഷ് പട്ടേലിൻ്റെ നിയമനം. പട്ടേലിൻ്റെ നാമനിർദ്ദേശം അട്ടിമറിക്കാനുള്ള അവസാന ശ്രമത്തിൽ ഡെമോക്രാറ്റിക് സെനറ്റർ ഡിക് ഡർബിൻ വ്യാഴാഴ്ച വാഷിംഗ്ടൺ ഡൗൺ ടൗണിലെ FBI ആസ്ഥാനത്തിനു പുറത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. FBI മേധാവി എന്ന നിലയിൽ കാഷ് പട്ടേൽ രാഷ്ട്രീയവും ദേശീയവുമായ സുരക്ഷാ ദുരന്തമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നീട് സെനറ്റിൽ സംസാരിച്ച ഡർബിൻ പട്ടേൽ അപകടകാരിയും രാഷ്ട്രീയമായി തീവ്ര നിലപാടുമുള്ള വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർവഹണ ഏജൻസി ഉപയോഗിച്ച് തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ പ്രതികാര നടപടികൾ പട്ടേൽ സ്വീകരിച്ചേക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം സെനറ്റിൽ 41-നെതിരെ 51 വോട്ടുകളാണ് കാഷ് പട്ടേലിൻ്റെ നിയമനം അംഗീകരിക്കപ്പെട്ടത്. ട്രംപിൻ്റെ ഇതുവരെയുള്ള എല്ലാ മന്ത്രിസഭാ തെരഞ്ഞെടുപ്പുകളും സെനറ്റ് അംഗീകരിച്ചിരുന്നു. റഷ്യ, സിറിയ തുടങ്ങിയ ശത്രുരാജ്യങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടും രാജ്യത്തിൻ്റെ ചാരമേധാവിയായി തുൾസി ഗബ്ബാർഡും ആരോഗ്യ സെക്രട്ടറിയായ റോബർട്ട് എഫ് കെന്നഡി ജൂനിയറും തിരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ രീതിയിലാണ്. കഴിഞ്ഞ ട്രംപ് സർക്കാരിൽ വിവിധ ഇൻ്റലിജൻസ് വകുപ്പുകളുടെ മേധാവിയായിരുന്ന അദ്ദേഹം ഇക്കുറി ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നു. 1980 ഫെബ്രുവരി 25 ന്യൂയോർക്കിൽ ജനിച്ച പട്ടേലിൻ്റെ വേരുകൾ ഗുജറാത്തിലെ വഡോദരയിലാണ്. റിസ്മൺ സർവകലാശാലയിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രാജ്യാന്തര നിയമത്തിൽ ബിരുദം നേടി. ക്രിമിനൽ അഭിഭാഷകനായ അദ്ദേഹം മയാമി കോടതിയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് അഭിമാനിക്കാവുന്ന വിധത്തിലേക്ക് FBI മാറ്റും. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയൊളിച്ചാലും വേട്ടയാടപ്പെടുമെന്നുമാണ് കാഷ് പട്ടേലിൻ്റെ ആദ്യ പ്രസ്താവന. പദവിയിലേറിയതാവട്ടെ ജയ് ശ്രീകൃഷ്ണ എന്ന വിളിയോടെയുമാണ്.